സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോളിനോമിയൽസിൻ്റെ സെക്ഷൻ 3 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോളിനോമിയൽസിൻ്റെ സീറോസും അതിൻ്റെ കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. What is the relationship between zeros and coefficients of a polynomial? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ x² മൈനസ് 3x പ്ലസ് 2. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൽ x² മൈനസ് 3x പ്ലസ് 2 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ കാണാം. അപ്പോൾ അതിൻ്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോളിനോമിയൽ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലേ? കാരണം എന്താ, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ലീനിയർ ആയാലും ഏതൊരു പോളിനോമിയൽ കിട്ടിയാലും അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട്. എനിക്കതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം. ഞാനപ്പോൾ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. സ്ക്രീനിൽ നോക്കിയാൽ കാണാം, x² മൈനസ് 3x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ അത് ഫാക്ടറൈസ് ചെയ്ത് വേണം നമുക്ക് സീറോസ് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. നോക്കാട്ടോ. അപ്പോൾ ആ മിഡിൽ ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ആ മിഡിൽ ടേം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നെഗറ്റീവ് 3x ആണ് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ നെഗറ്റീവ് 3xന് പകരം നെഗറ്റീവ് എക്സ് നെഗറ്റീവ് 2x എന്ന് റീപ്ലേസ് ചെയ്യും. നെഗറ്റീവ് 3xൻ്റെ പ്ലേസിൽ നെഗറ്റീവ് എക്സ് നെഗറ്റീവ് 2x എന്ന് റീപ്ലേസ് ചെയ്തു. ഇനി ആദ്യത്തെ രണ്ട് ടേമുകൾ തമ്മിൽ പെയർ ചെയ്തു. ആ ആദ്യത്തെ രണ്ട് ടേമുകളിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ബ്രാക്കറ്റിൽ x-1 കിട്ടി അല്ലേ? സ്ക്രീനിൽ നോക്കിയാൽ കാണാം കേട്ടോ, x ഇൻറ്റു x-1. ഇനി ബാക്കി രണ്ട് ടേമിൽ 2 - 2 കോമൺ ഉണ്ട്. ആ നെഗറ്റീവ് 2നെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് ബാക്കി വരിക x-1. എന്താ ചെയ്തത്? ആദ്യത്തെ രണ്ട് ടേമുകളിൽ നിന്ന് x ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് x-1 കിട്ടി. ബാക്കി രണ്ട് ടേമുകളിൽ നിന്ന് നെഗറ്റീവ് 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് x-1 കിട്ടി ഈക്വൽ ടു 0. ഇനി നോക്കിയാൽ കാണാം അടുത്ത സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന്. ആ രണ്ട് ടേമുകളിൽ ഇപ്പോൾ x-1 എന്ന് പറഞ്ഞ ടേം കോമൺ ആയിട്ടുണ്ട്. ആ x-1 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി ബ്രാക്കറ്റിൽ എന്തായിരിക്കും വരിക? ഫസ്റ്റ് ടേമിൽ നിന്ന് x-1 ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുക അതിൽ x ആണ്. രണ്ടാമത്തെ ടേമിൽ നിന്ന് x-1 ഔട്ട് സൈഡ് പോയാൽ ബാക്കി ഉണ്ടാവുക 2 അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് x-1 ഇൻറ്റു x-2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് രണ്ട് ടേം ഉണ്ട്, x-1 ഉണ്ട് x-2 ഉണ്ട്. ഫസ്റ്റ് ടേമിന്, അതായത് x-1 വന്ന ഫാക്ടറിനെ ഞാൻ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് x-1 ഇസ് ഈക്വൽ ടു 0, x ഈക്വൽ ടു 1 കിട്ടും. ഇതുപോലെ തന്നെ x-2നെ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x-2 ഇസ് ഈക്വൽ ടു 0, x ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ രണ്ട് സീറോസ് കിട്ടി, 1ഉം 2 അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഡിഗ്രി 2 ആയ കാരണം രണ്ട് സീറോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഈ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് 1ഉം 2 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സീറോസും നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷനെ ആണ്. അപ്പോൾ നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കിയാൽ കാണാം, നമുക്ക് സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. സം ഓഫ് സീറോസ്. അപ്പോൾ നമുക്ക് കിട്ടിയ സീറോസ് 1ഉം 2 ആണ്. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടുക 3 അല്ലേ? 1 + 2 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്, ഈ ആൻസർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ബ്രാക്കറ്റിൽ കോയിഫിഷ്യന്റ് ഓഫ് x ഹോൾ ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x². അതായത് കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയാൽ കാണാം, അത് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -3 ആണ്. x² കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്.
കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്ത ടേം, കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഞാൻ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് എക്സിന്റെ അവിടെ ഞാൻ -3 കൊടുത്തു, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ ഞാൻ 1 കൊടുത്തു. അപ്പോൾ എനിക്ക് എന്തായിരിക്കും ആൻസർ കിട്ടാം? -3 ഹോൾ ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പോൾ ഈ സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്താ കിട്ടിയത് എനിക്ക്? നെഗറ്റീവ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഏതൊരു പോളിനോമിയൽ, അതായത് ഏതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുത്തു നോക്കിയാലും അതിന്റെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു റിലേഷൻ ആണ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. അപ്പൊ നമുക്ക് കിട്ടിയ സീറോസ് 1ഉം 2 ആണ്. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 × 2 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. നമ്മുടെ പോളിനോമിയലിലെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മൾ പറഞ്ഞു, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടാ 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ഇപ്പൊ നമുക്ക് രണ്ട് റിലേഷൻ ആണ് കിട്ടിയത്. എന്തൊക്കെ കിട്ടിയത്? സം ഓഫ് സീറോസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. Product of zeros is equal to constant term divided by coefficient of x square. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സംഭവത്തിന്, അതായത് ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2 ടേമുകൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ഇത് രണ്ടിന്റെ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതുതായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തേനെ ആൽഫ എന്നും രണ്ടാമത്തേനെ നമ്മൾ ബീറ്റ എന്നാണ് പറയുന്നത്. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇൻ ജനറൽ ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു, അതിലെ നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ എക്സ്പാൻഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ax² + bx + c. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ അവിടെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? സം ഓഫ് സീറോസ്. അതിന് പകരം ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞത് നെഗറ്റീവ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്നായിരുന്നു. ഇവിടെ ജനറൽ ഫോമില് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ആണ്, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് b/a. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ ജനറൽ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് സി ആണ്, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു c/a എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് ഈ ജനറൽ ഫോം പഠിച്ചു വെക്കാം. നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 2 സീറോസ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -b/a ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു c/a ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കാട്ടോ, സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² + 7x + 10 and verify the relationship between the zeros and coefficients. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x² + 7x + 10 ആണ്. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ആദ്യം 0നോട് ഇക്വേറ്റ് ചെയ്തു. x² + 7x + 10 is equal to 0 എന്ന് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാണ്. അവിടെ 7x ആണ് മിഡിൽ ടേം. ആ 7xന്റെ പ്ലേസിൽ നമ്മൾ എന്താ കൊടുത്തത്? 2x + 5x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ 2 ടേമിൽ നിന്ന് നമ്മൾ x ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് x + 2 എന്ന് വന്നു. ലാസ്റ്റ് 2 ടേമിൽ നിന്ന് 5 ഔട്ട് സൈഡ് വന്നു. ബ്രാക്കറ്റിൽ നമുക്ക് x + 2 എന്ന് കിട്ടി, ഈക്വൽ ടു 0. ഇനി വീണ്ടും നോക്കിയാൽ കാണാം, ഇപ്പോഴത്തെ സ്റ്റെപ്പിൽ നമുക്ക് x + 2 കോമൺ ഉണ്ട്. ആ x + 2 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി ബ്രാക്കറ്റിൽ വരാം. ഫസ്റ്റ് ടേമിൽ x + 2 ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി വരെ x ആണ്. രണ്ടാമത്തെ ടേമിൽ നിന്ന് x + 2 ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക x + 2 × x + 5 is equal to 0 എന്ന് കിട്ടി. ഫസ്റ്റത്തെ ഫാക്ടറിനെ, അതായത് x + 2നെ
സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. അതുപോലെ തന്നെ എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -5. അപ്പൊ നമുക്ക് രണ്ട് സീറോസ് കിട്ടി, -2ഉം -5ഉം. ഈ -2നെയും -5നെയാണ് നമ്മൾ ആൽഫ ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റിലേഷൻഷിപ്പ് ഒന്ന് നോക്കാം കേട്ടോ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സം ഓഫ് സീറോസ് ഫസ്റ്റത്തെയാണ് സം ഓഫ് സീറോസ്. അപ്പൊ നോക്കൂ, -2ഉം -5ഉം ആണ് നമ്മുടെ സീറോസ്. അപ്പൊ -2 പ്ലസ് -5 ഇസ് ഈക്വൽ ടു -7 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണോ നോക്കണം, നെഗറ്റീവ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലില് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 7 ആണ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും കോഎഫിഷ്യന്റ്. അപ്പൊ നമ്മൾ എന്താ എടുക്കുക, -7 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -7. ഇപ്പൊ എന്തിനോട് ഈക്വൽ ആയി, സം ഓഫ് സീറോസും എന്തെങ്കിലും നമുക്ക് കിട്ടിയത് -7 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആൽഫ -2ഉം ബീറ്റ -5ഉം ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -b/a എന്ന് കിട്ടും. ഇനി രണ്ടാമതായിട്ട് വെരിഫൈ ചെയ്യാനുള്ളത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് നമുക്ക് കിട്ടിയത് -2ഉം -5ഉം ആണ്. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചെക്ക് ചെയ്യണം, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ആണ്. അപ്പൊ നമുക്ക് 10/1 10 എന്ന് ആൻസർ കിട്ടും. അപ്പൊ അതും സാറ്റിസ്ഫൈ ആയി. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരുന്നത് എന്തായിരുന്നു, സീറോസ് കണ്ടുപിടിക്കാനും ഈ സീറോസും പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്ത് നോക്കാനായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടി കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നേരത്തെ ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. നേരത്തെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നതിൽ 3 ടേം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 ടേം ഉള്ളൂ. അതിൽ എക്സിന്റെ ടേം അതിലില്ല അല്ലേ. അപ്പോൾ എക്സിന്റെ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ax² പ്ലസ് bx പ്ലസ് c എന്നുള്ളതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് x² - 3 ആണ് അല്ലെ. സ്ക്രീനിൽ നോക്കിയാൽ കാണാം x² - 3 ആണ് നമ്മുടെ പോളിനോമിയൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എന്തെടുക്കും, ഇതിൽ എക്സിന്റെ ടേം ഇല്ലല്ലോ അല്ലെ. അപ്പോൾ എക്സിന്റെ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കേണ്ടത് 0 ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ നോക്കൂ, x² കോഎഫിഷ്യന്റ് 0 ആവാൻ പാടില്ല. അപ്പൊ അതൊരു ലീനിയർ ആവും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, x² കോഎഫിഷ്യന്റ് എപ്പോഴും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എക്സിന്റെ കോഎഫിഷ്യന്റ് വേണമെങ്കിൽ 0 ആവാം, ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം വേണമെങ്കിൽ 0 ആവാം. പക്ഷെ x² കോഎഫിഷ്യന്റ് ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പൊ അത് വല്ല ലീനിയർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. എക്സിന്റെ ടേം എന്ന് പറയുന്നത്, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അതിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക, 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം, നേരത്തെ പോലെ തന്നെ നമ്മൾ സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x² - 3നെ എന്തിനോട് ഇക്വേറ്റ് ചെയ്തു, 0നോട് ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് x² - 3 is equal to 0, x² is equal to 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x is equal to നമ്മൾ എങ്ങനെ കിട്ടുക, റൂട്ട് എടുക്കുക അല്ലെ. സ്ക്വയർ വന്നു കഴിഞ്ഞാൽ റൈറ്റിലുള്ള നമ്പറിന്റെ റൂട്ട് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th. അപ്പോൾ x² is equal to 3, x equal to √3 എന്ന് മാത്രം എഴുതിയാൽ പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷന് എത്ര റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, 2 റൂട്ട് ഉണ്ടെന്ന്. പക്ഷെ x equal to √3 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു റൂട്ടേ വരുള്ളൂ. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഇടണം ആ വാല്യൂന്. അതായത് x² is equal to 3, x equal to പ്ലസ് ഓർ മൈനസ് √3 എന്നാണ് വരിക. കാരണം ഉറപ്പായിട്ടും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് 2 വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും പ്ലസ് ഓർ മൈനസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടാൻ നമുക്ക് √3യും നെഗറ്റീവ് √3 ആണ്. അപ്പൊ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ √3യും ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് √3 ആയിരിക്കും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സം ഓഫ് സീറോസ് ഈക്വൽ ടു ദാറ്റ് ഈസ് √3 പ്ലസ് നെഗറ്റീവ് √3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 0 കിട്ടും. ഇനി അത് എന്തിനോട് ഈക്വൽ ആണെന്ന് നോക്കണം, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ.
ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ, അതുകൊണ്ട് അതിനെ 0 ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് 0/1 ഇസ് ഈക്വൽ ടു എന്ന് തന്നെ കിട്ടും, നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. രണ്ടാമതായിട്ട് നോക്കേണ്ടത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു, ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് വരാം √3 ഇൻറ്റു -√3. √3 ഇൻറ്റു √3 എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? 3 ആണെന്നറിയാം. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? -3 എന്ന് കിട്ടും. ഇനി അത് എന്തിനോട് ഈക്വൽ ആണോ നോക്കണം. കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x². അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് -3 ആണ്, ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x² എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ആൻസർ കിട്ടാൻ നമുക്ക് -3 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. അപ്പൊ ഇത് എന്തിനോട് ഈക്വൽ ആയി? പ്രൊഡക്റ്റ് ഓഫ് സീറോസിനോട് ഈക്വൽ ആയി. അപ്പൊ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ സീറോസ് കണ്ടുപിടിച്ചു, അതിന്റെ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസും അതിന്റെ കോയിഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതുപോലെ തന്നെ നമുക്കൊരു ക്യൂബിക് പോളിനോമിയൽ കിട്ടിയാലും ഇതിന്റെ സീറോസും കോയിഫിഷ്യൻസും തമ്മിൽ റിലേഷൻഷിപ്പ് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ക്യൂബിക് പോളിനോമിയൽ ആവുമ്പോൾ നമുക്കറിയാം അതിന് എത്ര സീറോസ് ഉണ്ടായിരിക്കും? 3 സീറോസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നേരത്തെ നമ്മൾ എടുത്ത ലെറ്റേഴ്സ് ആൽഫയും ബീറ്റയും ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരാളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അയാളെ പറയുന്ന പേരാണ് ഗാമ. നേരത്തെ പോലെ ഗ്രീക്ക് ലെറ്റർ തന്നെയാണ് ഗാമ എന്ന് റെപ്രസെന്റ് ചെയ്യുക. അതിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഈ ക്യൂബിക് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് അതിൽ നോക്കിയാൽ കാണാം. നോക്കൂ, ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇതിന്റെ സീറോസും 3 സീറോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ ആൽഫയും ബീറ്റയും ഗാമയും അതുപോലെ ഈ പോളിനോമിയലിന്റെ കോയിഫിഷ്യന്റും തമ്മിൽ റിലേഷൻഷിപ്പ് പറയാൻ പറ്റും. നമ്മൾ ക്വാഡ്രാറ്റിക് പറഞ്ഞ പോലെ തന്നെ ക്യൂബിക്കിനും എന്ത് പറയാൻ പറ്റും? റിലേഷൻഷിപ്പ് പറയാനായിട്ട് സാധിക്കും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -b/a. b എന്ന് പറയുന്നത് x² കോയിഫിഷ്യന്റ് ആണ് കേട്ടോ. a എന്ന് പറയുന്നത് നമ്മുടെ x³ കോയിഫിഷ്യന്റ് ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -b/a എന്ന് കിട്ടും. അതുപോലെ തന്നെ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈക്വൽ ടു c/a. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്, a എന്ന് പറയുന്നത് x³ കോയിഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു -d/a. ഓക്കെ, ഇത്രയാണ് ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസും അവരുടെ കോയിഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് അധികം നിങ്ങൾക്ക് ചോദിക്കാറില്ല. നമുക്ക് ക്വാഡ്രാറ്റിക്കിന്റെ ആണ് അധികവും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക, സീറോസ് കണ്ടുപിടിക്കാനും റിലേഷൻഷിപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാനും. പക്ഷെ എന്നാലും ക്യൂബിക്കിന്റെയും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന് അധികം ചോദിക്കാത്തതാണ് ഇതിന്റെ പ്രോബ്ലം. കാരണം കുറെ ഉണ്ട്, 3 റിലേഷൻഷിപ്പ് ഉണ്ട്. ക്വാഡ്രാറ്റിക്കിനാകുമ്പോൾ 2 ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ നോക്കൂ. വെരിഫൈ ദാറ്റ് 3, -1, -1/3 ആർ ദ സീറോസ് ഓഫ് ദി ക്യൂബിക് പോളിനോമിയൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്ന പോളിനോമിയൽ 3x³ മൈനസ് 5x² മൈനസ് 11x മൈനസ് 3. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അതിൽ 3 സീറോസ് തന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറയണത്. അതായത് ആ തന്നിരിക്കുന്ന ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് ആണോ ആ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് നോക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ എക്സിന്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആൻസർ എന്ത് കിട്ടുന്നുണ്ടോ നോക്കാം, 0 കിട്ടുന്നുണ്ടോ നോക്കാം. അതുപോലെ തന്നെ -1 കൊടുക്കുക, -1/3 കൊടുത്തു നോക്കാം. 3 വാല്യൂ കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 3 വാല്യൂസും നമുക്ക് തന്നിരിക്കുന്ന ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് ആയിരിക്കും. അപ്പൊ ആ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ വെരിഫൈ ചെയ്യണം, ആ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് നോക്കണം? നിങ്ങൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -b/a ആണെന്ന് ചെക്ക് ചെയ്യണം. ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 3 ആയിരിക്കും, ബീറ്റ എന്ന് പറയുന്നത് -1 ആയിരിക്കും, ഗാമ എന്ന് പറയുന്നത് -1/3 ആയിരിക്കും. അപ്പോൾ a എന്ന് പറയുന്നത് എന്തായിരിക്കും? a എന്ന് പറയുന്നത് x³ കോയിഫിഷ്യന്റ് ആയിരിക്കും 3, b എന്ന് പറയുന്നത് x² കോയിഫിഷ്യന്റ് ആയിരിക്കും -5, c എന്ന് പറയുന്നത് x കോയിഫിഷ്യന്റ് ആയിരിക്കും -11, d എന്ന് പറയുന്നത് -3 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കുക? നിങ്ങൾ ഈ റിലേഷൻഷിപ്പുകൾ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് വീട്ടിൽ ഇരുന്നൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം ക്ലിയർ ആയിട്ട് അവിടെ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ ക്വസ്റ്റ്യൻ കിട്ടും, എയും ബിയും സിയും ഡിയും കിട്ടും ക്വസ്റ്റ്യൻ നിന്ന്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.
എന്ത് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ സീറോസും ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കോയിഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ വെരിഫൈ ചെയ്യാം, അതുപോലെ ഒരു ക്യൂബിക് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സീറോസും കോയിഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോളിനോമിയൽസ് തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.